ആധുനിക കാലഘട്ടത്തിൽ സമൂഹമാധ്യമങ്ങളുടെ മുഴുവൻ സാധ്യതകളും ഉപയോഗിച്ച് സഭയ്ക്കെതിരായ കുപ്രചാരണങ്ങളെയും അപവാദങ്ങളെയും തുറന്നുകാട്ടി വൈദികരും സന്യസ്തരും സമർപ്പിതരും മുന്നേറണമെന്ന് അദിലാബാദ് രൂപത അധ്യക്ഷൻ മാർ പ്രിൻസ് ആന്റണി പാണയങ്ങാടൻ. തിരുവമ്പാടി സേക്രഡ് ഹാർട്ട് ഫെറോന ചർച്ച് പാരിഷ് ഹാളിൽ നടന്ന താമരശ്ശേരി രൂപത വൈദിക സന്യസ്ത അസംബ്ലി അർപ്പിതം 2024 സമർപ്പിതരും വൈദികരും പ്രതിസന്ധികളെ അതിജീവിച്ച് വചനത്തിന്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകേണ്ടത് എങ്ങനെയെന്ന വിഷയത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തെലങ്കാനയിലെ ലെക്സട്ടിപ്പെട്ടിൽ വൈദികർ നടത്തുന്ന മദർ തെരേസ ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂൾ തീവ്ര ഹിന്ദുത്വ സംഘടനയായ ഹനുമാൻ സേന പ്രവർത്തകർ അടിച്ചു തകർത്ത സംഭവത്തിന് പിന്നാലെ സ്കൂൾ മാനേജ്മെന്റിനെതിരെ കേസെടുത്ത് പോലീസ്. മതവികാരം വ്രണപ്പെടുത്തിയെന്നാരോപിച്ച് ചില രക്ഷിതാക്കൾ നൽകിയ പരാതിയിലാണ് സ്കൂൾ അധികൃതർക്കെതിരെ കേസ്. ഇതിനിടെ സ്കൂൾ മാനേജ്മെന്റിന്റെ പരാതിയിൽ അക്രമികൾക്കെതിരെ കേസെടുത്തെങ്കിലും ഇവരെ ജാമ്യത്തിൽ വിട്ടയച്ചു. രാജ്യത്തെ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾ നടത്തുന്ന സ്ഥാപനങ്ങൾക്ക് നേരെ തീവ്ര ഹിന്ദുത്വ സംഘടനകൾ നടത്തുന്ന സംഘടിത ആക്രമണങ്ങളുടെ ഒടുവിലത്തെ ഉദാഹരണമാണ് മദർ തെരേസ സ്കൂളിന് നേരെയുണ്ടായ ആക്രമണം. വിശുദ്ധ വർഷമായ 2025 പ്രവേശിക്കുവാൻ വിശ്വാസികളെ ആത്മീയമായ ഒരുക്കത്തിന് ക്ഷണിച്ചുകൊണ്ട് ഏപ്രിൽ മാസം 19 തീയതി ഫ്രാൻസിസ് പാപ്പ സമൂഹമാധ്യമമായ എക്സിൽ ഹ്രസ്വ സന്ദേശം പങ്കുവച്ചു. സന്ദേശത്തിൽ പ്രത്യാശയുടെ തീർത്ഥാടകരാകുവാനുള്ള ദൈവവിളിയെ കണ്ടെത്തുവാൻ പാപ്പ എല്ലാവരെയും ഉദ്ബോധിപ്പിച്ചു. ദൈവത്തിൽ ഒന്നായി ഏക കുടുംബമാകുവാനുള്ള ഉത്തരവാദിത്വത്തെക്കുറിച്ചും പാപ്പ ഓർമ്മിപ്പിച്ചു. പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലെ മനുഷ്യാവകാശ മന്ത്രി സ്ഥാനത്തേക്ക് ക്രൈസ്തവ വിശ്വാസിയായ ഖലീൽ താഹിർ സിന്ധു തെരഞ്ഞെടുക്കപ്പെട്ടു. പ്രദേശത്തെ ക്രൈസ്തവർക്ക് വലിയ പ്രതീക്ഷ പകർന്നുകൊണ്ടാണ് കത്തോലിക്ക വിശ്വാസിയും അഭിഭാഷകനുമായ ഖലീൽ താഹിർ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. പാക് മന്ത്രിസഭയിൽ സാധാരണയായി ക്രൈസ്തവർ തെരഞ്ഞെടുക്കപ്പെടുന്നത് വിരളമായ സംഭവമാണ്. പാവറട്ടി സെന്റ് ജോസഫ് തീർത്ഥാടന കേന്ദ്രത്തിലെ തിരുനാളിനോടനുബന്ധിച്ചുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചതോടെ ഈ വർഷം 1 കോടിയിൽ പരം രൂപയുടെ കാരുണ്യ പ്രവർത്തനമാണ് ഇടവയ്ക്ക് അകത്തും പുറത്തുമായി നിർവഹിക്കപ്പെടാൻ പോകുന്നത്. കൊടിയേറ്റം മുതൽ തിരുനാൾ ദിനം വരെയുള്ള ദിവസങ്ങളിൽ തീർത്ഥാടന കേന്ദ്രത്തിന് കീഴിലുള്ള സാൻജോസ് പാരിഷ് ഹോസ്പിറ്റലിൽ OP ടിക്കറ്റ് സൗജന്യമായിരിക്കും. കൂടാതെ 148ാം തിരുനാളിന് 148 സൗജന്യ ഡയാലിസിസ് നൽകുന്നുവെന്നും അധികാരികൾ അറിയിച്ചു.